നമസ്കാരം. ഓരോ വ്യക്തികളുടെയും ജീവിതം വ്യത്യസ്തമാകുന്നു. എന്തെല്ലാം കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് മുൻകൂട്ടി അറിയുക പ്രയാസകരമേറിയ കാര്യം തന്നെയാകുന്നു. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് തൊടുകുറിയിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ തന്നിരിക്കുന്നത് 2 മഹാക്ഷേത്രങ്ങളുടെ ചിത്രമാകുന്നു. അതിൽ ആദ്യത്തെ ക്ഷേത്രം പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. രണ്ടാമത്തെ ക്ഷേത്രം സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയായ ഗുരുവായൂർ ക്ഷേത്രമാകുന്നു. ഈ 2 ക്ഷേത്രങ്ങളിൽ, ഈ 2 മഹാക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രം തിരഞ്ഞെടുക്കുക. എന്നാൽ മനസ്സിൽ നിങ്ങൾ വളരെയധികം വിഷമിക്കുന്ന, ജീവിതത്തിൽ നിന്നും അകന്നു പോകണം എന്നാഗ്രഹിക്കുന്ന ഒരു ദുഃഖം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം, 2 മഹാക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രം തിരഞ്ഞെടുക്കുക. ഇഷ്ടദേവതയെ ഒരു നിമിഷം പ്രാർത്ഥിച്ചതിന് ശേഷം തിരഞ്ഞെടുക്കുക. ജീവിതത്തിലെ സർവ്വവിധ ദുഃഖങ്ങളും വന്ന് ഭവിച്ചിരിക്കുന്നതായ ആ ദോഷകരമായ ഫലങ്ങൾ ഒഴിഞ്ഞു പോകണം എന്നും ജീവിതത്തിൽ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കണം എന്നും ഇഷ്ടദേവതയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 2 മഹാക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രം തിരഞ്ഞെടുക്കുക. ഏവരും പ്രാർത്ഥിച്ചു എന്നാണ് കരുതുന്നത്. ഏവരും 2 മഹാക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ക്ഷേത്രം തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. അതിന് മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഹരേ കൃഷ്ണ എന്നോ ഇഷ്ടദേവത നാമമോ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. തിങ്കളാഴ്ച നടത്തുന്ന വിശേഷാൽ ശിവപൂജയുടെ ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. ആദ്യത്തെ മഹാക്ഷേത്രമായ പത്മനാഭസ്വാമി ക്ഷേത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതം ഇപ്പോൾ പലവിധ ദുഃഖങ്ങളാലും മറ്റ് പ്രശ്നങ്ങളാലും മുന്നോട്ട് പോകുന്നതായ അവസ്ഥയാണ് ഉള്ളത്. പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതിൽ ചിലത് മറ്റുള്ളവരോട് പറയുവാൻ സാധിക്കാതെ മനസ്സിൽ സൂക്ഷിക്കുന്നതായ ചില പ്രശ്നങ്ങളാകുന്നു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ രീതിയിൽ ഉന്മേഷത്തോടെ അല്ലെങ്കിൽ പഴയ ഉന്മേഷത്തോടെ ഇടപഴകുവാനോ അല്ലെങ്കിൽ പ്രവർത്തിക്കുവാനോ സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. അത് പല രീതിയിൽ നിങ്ങളെ ബാധിക്കുന്നു എന്നതാണ് വാസ്തവം. ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതായ ആ ദുഃഖം ഈ മഹാക്ഷേത്രം തിരഞ്ഞെടുത്തപ്പോൾ മനസ്സിൽ വിചാരിച്ചതായ ആ ദുഃഖം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിയും എന്ന് തന്നെ പറയാം. അത്തരത്തിലുള്ള അവസ്ഥകൾ ജീവിതത്തിൽ നിന്നും മാറും. എന്നാൽ ഉടനെ തന്നെ സംഭവിക്കണം എന്നില്ല. പടിപടിയായുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. പുതിയ ഊർജം, ഉത്സാഹം എന്നിവ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. അതിനാൽ തന്നെ പഴയ ഉന്മേഷത്തോടെ പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ പോലും, അത്തരം സാഹചര്യങ്ങൾ പോലും വീണ്ടും ഉരുത്തിരിയും എന്ന കാര്യം ഓർക്കുക. ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നതായ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. ഈ സമയം തീർച്ചയായും ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുന്നതും അതേപോലെ തന്നെ സാക്ഷാൽ ഭഗവാനെ ആരാധിച്ച് പത്മനാഭസ്വാമിയെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ പല ആവശ്യങ്ങളുമുണ്ട്. ആ ആവശ്യങ്ങൾ നടന്നു കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ അതിൽ ചില ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ കാര്യങ്ങൾ, അവസരങ്ങൾ വന്നു ചേരും. തീർച്ചയായും അത്തരം കാര്യങ്ങൾ, അതിൽ ചിലത് നടക്കും എന്ന് തന്നെ പറയാം. കൂടാതെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതായ പിന്തുണ, പല വ്യക്തികളുടെയും പിന്തുണ ലഭിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ഇത്തരത്തിൽ പിന്തുണ ലഭിക്കുന്നതിനാൽ പല കാര്യങ്ങളും ശരിയായ രീതിയിൽ ചെയ്ത് തീർക്കുവാനും ഉപദേശത്താൽ വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും സാധിച്ചു എന്ന് തന്നെ പറയാം. പുതിയ ചില കാര്യങ്ങൾ പഠിക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. ജീവിതത്തിൽ വളരെയധികം ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങൾ മനസ്സിലാക്കുകയോ പഠിക്കുകയോ നിങ്ങൾ ചെയ്യും. പല കാര്യങ്ങളും
നിങ്ങൾക്ക് വളരെ നിഷ്പ്രയാസം ചെയ്യുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ കഴിവുകൾ പ്രകാശിപ്പിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും എന്ന കാര്യം നിസ്സംശയം പറയാം. കൂടാതെ നിങ്ങൾ പല രീതിയിലുള്ള ദുഃഖങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. എന്നാൽ അത്തരത്തിലുള്ള ദുഃഖങ്ങൾ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. നന്നായി ചെയ്യുവാൻ തന്നെ സാധിക്കും. അതായത് നിങ്ങളിൽ വന്ന് ചേരുന്നതായ കർമ്മങ്ങൾ, അത്തരം കാര്യങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തു തീർക്കുവാൻ സാധിക്കും. ഭഗവാന്റെ കടാക്ഷത്താൽ മനക്കരുത്ത് അഥവാ മനോബലം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. നിങ്ങൾക്ക് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്ന ഒരു പ്രശ്നം, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നെഗറ്റീവ് ഊർജം കടന്നു വരുന്നു എന്ന് തന്നെയാണ്. നെഗറ്റീവായ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുന്നു. നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് തന്നെ സംശയം തോന്നി തുടങ്ങുന്നു എന്നതും വാസ്തവമാണ്. അതിനാൽ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. അത് മാറ്റേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം ഓർക്കുക. ധൈര്യം നിങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അതിനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്ന സമയം കൂടിയാണ് ഇത്. തീർച്ചയായും ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ ധൈര്യം നിങ്ങൾക്ക് ലഭിക്കും. സ്വന്തം കഴിവിൽ നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ വളരെ വേഗം ഉയർച്ച നേടിയെടുക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം. നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്നു എന്നിരുന്നാൽ പോലും ഒരു പ്രത്യേക കാര്യത്തിനായി അല്പം ശ്രമിക്കുന്നു എന്നത് വാസ്തവമായ കാര്യമാണ്. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത് നടക്കുവാനുള്ള സാധ്യത നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ഭവിക്കും. അതിനുള്ള അവസരങ്ങൾ, ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ വന്നു ചേരും. കൂടാതെ ഈ സമയം തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാനും തന്മൂലം നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും സാധിക്കും എന്ന് തന്നെ പറയാം. ഈ സമയം വളരെയധികം പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും. പങ്കാളിയുമായി ബന്ധപ്പെട്ടും അല്ലാതെയും പിന്തുണ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം അറിവ് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യുവാനും മറ്റുള്ളവർക്ക് തങ്ങളുടെ കഴിവ്, അതായത് നിങ്ങളുടെ കഴിവ് പ്രകാശിപ്പിക്കുവാനുള്ള അവസരവും വന്നു ചേരും. ധനപരമായ നേട്ടങ്ങളും തന്മൂലം ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങളും വന്നു ചേരാം. തീർച്ചയായും ഭഗവാനെ നിങ്ങൾ ആരാധിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ ഇത്തരത്തിൽ അനുകൂലമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. മനസ്സിലോർത്ത ദുഃഖങ്ങൾക്ക് പോലും പരിഹാരം ലഭിക്കും എന്ന് തന്നെയാണ് ഫലം. അതിനാൽ ഭഗവാനെ പൂർണ്ണമായും വിശ്വസിച്ച് മുന്നോട്ട് പോവുക. രണ്ടാമത്തെ ക്ഷേത്രമായ സാക്ഷാൽ ഗുരുവായൂർ ക്ഷേത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നതായ ആ ദുഃഖങ്ങൾക്ക് ഫലം വന്നു ചേരും എന്ന് തന്നെ പറയാം. അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ഇപ്പോൾ മനസ്സിൽ ഓർത്ത ആ ദുഃഖങ്ങളുമായി ബന്ധപ്പെട്ട് ചില പരിഹാരങ്ങൾ വന്നു ചേരാം. എന്നാൽ അത്തരം കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ശുഭകരമായി ഭവിക്കണം എന്നില്ല. ചില തടസ്സങ്ങൾ ആ പ്രശ്നം ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. എന്നാൽ സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ കടാക്ഷത്താൽ ഗുരുവായൂരപ്പനെ നിത്യവും ഭജിക്കുന്നതിനാൽ അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകും എന്ന് തന്നെ പറയാം. ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കും. ഭഗവാന്റെ കടാക്ഷം നിങ്ങൾക്കുണ്ട്. വ്യവഹാരങ്ങളിൽ വിജയങ്ങൾ നേടുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരും. പലരിൽ നിന്നും നിങ്ങൾക്ക് സ്നേഹം ലഭിക്കും. അർഹിച്ചതായ പല കാര്യങ്ങളും മറ്റു പലരും തട്ടിയെടുത്തു എന്നതാണ് വാസ്തവം. എന്നാൽ അർഹിച്ചതായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു. അതിനുള്ള അവസരങ്ങൾ ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ ജീവിതത്തിൽ സംഭവിക്കും എന്ന കാര്യം ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിരവധിയാർന്ന ലക്ഷ്യങ്ങളുണ്ട്. അതിൽ ചില ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട് വിഷമത്തിലാണ് അല്ലെങ്കിൽ സങ്കടം നിങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് പറയാം. അത്തരത്തിലുള്ള ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരുവാനുള്ള സഹായം നിങ്ങൾക്ക് ലഭിക്കും. പലരിൽ നിന്നും സഹായം ലഭിക്കും എന്ന് തന്നെ പറയാം. തന്മൂലം ഇത്തരം നേട്ടങ്ങൾ നിങ്ങൾക്ക് അനായാസകരമായി തീരും. അല്ലെങ്കിൽ എപ്രകാരം വിജയിക്കാം
ലക്ഷ്യത്തിലെത്താം തുടങ്ങിയ വ്യക്തമായ ബോധ്യം നിങ്ങൾക്ക് ഭഗവാന്റെ കടാക്ഷത്താൽ വന്ന് ഭവിക്കുന്നതായ സമയമാകുന്നു. എന്നാൽ അല്പം കൂടി സൽക്കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം ഓർക്കുക. എന്നിരുന്നാൽ മാത്രമാണ് ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ പൂർണ്ണമായും അനുകൂലമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരൂ. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു സംരക്ഷണ വലയമുണ്ട് എന്നത് വാസ്തവമായ കാര്യമാണ്. ഭഗവാന്റെ സംരക്ഷണ വലയം പലപ്പോഴും നിങ്ങൾക്ക് അനുഭവഭേദ്യമാകുന്ന കാര്യം തന്നെയാകുന്നു. പലപ്പോഴും തലനാരിഴയ്ക്ക് പല അപകടങ്ങളിൽ നിന്നും പല ദുരിതപൂർണമായ അവസരങ്ങളിൽ നിന്നും അവസ്ഥകളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതായ വിഷമങ്ങളുണ്ട്. ആ വിഷമങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങളുമുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയും എന്ന് തന്നെ പറയാം. എന്നാൽ പെട്ടെന്ന് തന്നെ മാറണം എന്നില്ല. ആ കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. പരീക്ഷണമായി കണ്ട് മുന്നോട്ട് പോവുക. എവിടെയും നിങ്ങൾക്ക് ഒരു സംരക്ഷണം ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ ഭഗവാന്റെ സംരക്ഷണം നിങ്ങൾക്ക് വന്ന് ചേരുന്നതായ സമയമാകുന്നു. പല അവസരങ്ങളിലും ഇത്തരത്തിൽ ഒരു സംരക്ഷണം നിങ്ങൾക്ക് അനുഭവഭേദ്യമാകും എന്ന കാര്യവും ഓർക്കുക. മനസ്സ് ശാന്തമാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. മനസ്സ് തീർച്ചയായും നിങ്ങൾക്ക് ശാന്തമാക്കുന്നതിലൂടെ വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും. കാരണം ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. എന്നാൽ നിങ്ങളുടെ മനസ്സിലേക്ക് നെഗറ്റീവായ ചിന്തകൾ കടന്നു വരുന്നു. തന്മൂലം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും അനുകൂലമായി ഭവിക്കുന്നില്ല. അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തതായ അവസ്ഥയുണ്ട് എന്ന് പറയാം. എന്നാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മാറ്റങ്ങൾ വന്നു ചേരും. തീർച്ചയായും ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ വന്ന് ഭവിച്ചിരിക്കുന്നതായ സമയമാകുന്നു. അതിനാൽ തന്നെ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളും ദാരിദ്ര്യവും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലും എന്ന കാര്യം ഓർക്കുക. ഏത് കാര്യത്തിനും ഇറങ്ങിത്തിരിക്കുന്നതിന് മുൻപ് ഭഗവാനെ ആരാധിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. തീർച്ചയായും ആ കാര്യങ്ങളിൽ വിജയങ്ങൾ നിങ്ങൾക്ക് ഉറപ്പായും വന്നു ചേരും. അഥവാ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന കാര്യം ഓർക്കുക. മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേക വ്യക്തികളുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ നിങ്ങൾക്കുണ്ട്. ചില പ്രശ്നങ്ങൾ അവരുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് തന്നെ പറയാം. അതിൽ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ തീർക്കുവാൻ സാധിക്കുന്നതായ പ്രശ്നങ്ങൾ തന്നെയാകുന്നു. അത് നിങ്ങൾ തീർക്കുവാൻ, ആ പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ആ തർക്കങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നതാണ് ശുഭകരം എന്ന് തന്നെ പറയാം. മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുക എന്ന കാര്യവും ചെയ്യേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. സുരക്ഷ നിങ്ങൾക്ക് ലഭിക്കും. ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ അത്തരം കാര്യം സംഭവിക്കും എന്ന കാര്യം ഓർക്കുക. നെഗറ്റീവായ ചിന്തകൾ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ, സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ കൃപാ കടാക്ഷത്താൽ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കും. അതിനുള്ള അവസരങ്ങളും വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അനുകൂലവും അതേപോലെ തന്നെ പ്രതികൂലമായി ബാധിക്കുവാനും സാധ്യത കൂടുതലാകുന്നു. നിങ്ങളുടെ നാവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങളും അതേപോലെ തന്നെ പ്രതികൂലമായ ഫലങ്ങളും ബന്ധങ്ങളിൽ ഉലച്ചിൽ തട്ടുവാൻ സാധിക്കും വിധം ചില സമയങ്ങളിൽ സംസാരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. അത് നിങ്ങൾ ശ്രദ്ധയോടെ വീക്ഷിക്കേണ്ടതായ കാര്യമാകുന്നു. അതിനാൽ തന്നെ ഏത് കാര്യം സംസാരിക്കുമ്പോഴും ഏത് വ്യക്തിയോട് സംസാരിക്കുമ്പോഴും വളരെ ശ്രദ്ധാപൂർവം സംസാരിക്കുക. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ആനുകൂല്യങ്ങൾ, നേട്ടങ്ങൾ പോലും നിങ്ങൾക്ക് ലഭിക്കാത്തതായ അവസ്ഥ വന്നു ചേരാം. ഭഗവാന്റെ കൃപാ കടാക്ഷം നിങ്ങളിലുണ്ട്. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ പല കാര്യങ്ങളും ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ സംഭവിക്കുക തന്നെ ചെയ്യും. പെട്ടെന്ന് അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കണം എന്നില്ല. അതിനാൽ നിത്യവും ഭഗവാനെ ആരാധിച്ച് ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക. തന്മൂലം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഏതവസരവും ശരിയായ രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും.